അങ്ങനെ കുറേ നാളായി നമ്മളൊരു വീഡിയോ ഇട്ടിട്ടല്ലേ. സോ ദാറ്റ്സ് വൈ എന്ന് ചോദിച്ചാൽ നമ്മൾ വസ്ത്രീയമാണ്. വാട്ട് ഈസ് വസ്ത്രീയം? വസ്ത്രീയം ഈസ് എ ക്ലോത്തിങ് ബ്രാൻഡ്. നമ്മളൊരു പുതിയൊരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു. ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തിൽ ഫസ്റ്റ് ഒരു കുഞ്ഞ് ബേബി സ്റ്റെപ്പാണ് നമ്മൾ വച്ചിട്ടുള്ളത് കേട്ടോ. സോ ഞാൻ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അത് അപ്ഡേറ്റ് ചെയ്ത് നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു 10ഓളം നമ്മൾ ഡെലിവറിങ് കഴിഞ്ഞു. സോ 10 ഡെസ്പാച്ചസ് കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. പക്ഷെ നമുക്ക് അറിയുന്നവരാണെല്ലാം നമ്മൾ വാങ്ങിയിട്ടുള്ളത്, അടുത്തറിയുന്നവർ. കാരണം അവർ ട്രസ്റ്റ് ചെയ്യുന്നു നമ്മളെ എന്നുള്ളതാണ്. സോ ബിസിനസ്സിൽ എപ്പോഴും നമുക്ക് നേടിയെടുക്കേണ്ടത് ട്രസ്റ്റാണ്. ബിക്കോസ് പ്രത്യേകിച്ചും ഓൺലൈൻ ബിസിനസ്സിലാവുമ്പോൾ ട്രസ്റ്റ് ഇല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ്സ് നമ്മുടെ കയ്യിലിരിക്കൂലേ. സോ വസ്ത്രീയം എന്ന് പറയുന്നത് ഒരു ഷോപ്പല്ല, ഒരു ബ്രാൻഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. നമ്മൾ നമ്മുടെ ക്ലോത്തിൽ ഒരു ഇതും ഉണ്ടാക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലോത്ത് നമ്മുടെ മോശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ചീത്തപ്പേര് നമ്മുടെ വസ്ത്രീയത്തിനായതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ക്ലോത്ത്സും ക്രോസ് ചെക്ക് ചെയ്തിട്ടും മാനുഫാക്ചേഴ്സിൻ്റെ നിന്ന് ഡയറക്റ്റ് നമ്മൾ വാങ്ങുന്ന ക്ലോത്ത്സും എല്ലാം നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തിട്ട് കൂടിയാണ് നിങ്ങളിലേക്ക് തരുന്നത്. പ്ലസ് നമ്മൾ സെറ്റ് മുണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒത്തിരി സെറ്റ് മുണ്ട് എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ എനിക്കിനി ബില്ലിടണം. സോ സെറ്റ് മുണ്ടിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇതിപ്പോൾ 3 എണ്ണം, ബാക്കി സെറ്റ് മുണ്ടൊക്കെ ഞാൻ കാണിച്ചിട്ട് ഇവിടേക്ക് ഇരിക്കുന്നുണ്ട്. സെറ്റ് മുണ്ട്, സെറ്റ് സാരി. ആൻഡ് ഇപ്പോൾ എല്ലാ ടൈപ്പ് ഡ്രസ്സസും നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. സെറ്റ് മുണ്ടുണ്ട്, സെറ്റ് സാരി ഉണ്ട്. അതുപോലെ നമ്മൾ ഓണമാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കസ്റ്റമൈസേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അതുപോലെ ബാക്കി സൽവാർ സ്യൂട്ട്സ്, ടോപ്സ് എല്ലാം അവൈലബിൾ ആണ്. സാരീസ്, കാഷ്വൽ വെയേഴ്സ്, യൂണിഫോം സാരീസ് എല്ലാം അവൈലബിൾ ആണ്. മാക്സിമം ബഡ്ജറ്റ് കുറച്ചാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. വി ജസ്റ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം കുറച്ച്, പക്ഷേ ക്വാളിറ്റി ഒരിക്കലും നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ ചില ടൈപ്പ് ഓഫ് മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് അത് വേറെ സ്ഥലത്ത് അത് ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ അതിൻ്റെ മെറ്റീരിയലും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക, എപ്പോഴും ക്വാളിറ്റിയും കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. ആൻഡ് നമ്മൾ ഓൺലൈൻ ബിസിനസ് ആയതുകൊണ്ട് തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. നമ്മൾ ഓൺലൈൻ ത്രൂ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ വളരെ സന്തോഷം യൂട്യൂബിൽ നമുക്കിത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചതിൽ. ഇനി നമുക്ക് ചെറിയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഫോട്ടോഷൂട്ടിനനുസരിച്ച് യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യാം. സോ ഞങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞങ്ങളിൽ നിന്നൊരു ക്ലോത്ത് വാങ്ങി നോക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിവ്യൂ അറിയിക്കുക. റിവ്യൂ 100% നിങ്ങൾക്ക് ഓക്കെ ഉള്ള റിവ്യൂ ആയിരിക്കണം. അതായത് ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്ന് തന്നെ പറയാം. ഓക്കെ, സോ ഡു സപ്പോർട്ട് us. താങ്ക് യു.